ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആക്ടിവിറ്റി 1. ദ ഫോളോയിങ് ടേബിൾ ഷോസ് സം ഓഫ് ദ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓഫ് poverty alleviation and to reduce social inequality and their features. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നടപ്പിലാക്കി വരുന്ന ചില പരിപാടികളും അവയുടെ സവിശേഷതകളുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒബ്സർവ് ദ ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്സ്. പട്ടിക നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. പ്രൊജക്ട്സ് പദ്ധതികൾ, ബെനഫിഷ്യറീസ് ഗുണഭോക്താക്കൾ, ഫീച്ചേഴ്സ് സവിശേഷതകൾ. ഫസ്റ്റ് ലൈഫ് മിഷൻ, അതിൻ്റെ ബെനഫിഷ്യറീസ് എന്തായിരിക്കും? ഓൾ ദ ലാൻഡ്ലെസ് ഹോംലെസ് പീപ്പിൾ വിത്ത് ഹോംസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദോസ് ഹൂ എക്സൈറ്റിംഗ് ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ടു ലിവ് ഇൻ. ഭൂരഹിതർ, ഭൂരഹിത ഭവനരഹിതർ, ഭവനം പൂർത്തിയാക്കാത്തവർ, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർ. അടുത്തത് ഫീച്ചേഴ്സ്, to provide a safe and decent housing system. നെക്സ്റ്റ് കൈവല്യ, അതിൻ്റെ ബെനഫിഷ്യറീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ. അടുത്തത് ഫീച്ചേഴ്സ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ, അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ. നെക്സ്റ്റ് പ്രതിഭാതീരം, അതിൻ്റെ ബെനഫിഷ്യറീസ് ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻ, തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾ. അതിൻ്റെ ഫീച്ചേഴ്സ് ഫോർ ദ എഡ്യൂക്കേഷണൽ അഡ്വൈസ്മെൻറ്റ്. നെക്സ്റ്റ് ജനനി ജന്മരക്ഷ, അതിൻ്റെ ബെനഫിഷ്യറീസ് പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് മദേഴ്സ് ഫ്രം ട്രൈബൽ ഗ്രൂപ്പ്സ്, ഗോത്രവർഗ വിഭാഗത്തിലെ ഗർഭിണികൾ, അമ്മമാർ. അടുത്തത് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ന്യൂട്രീഷൻ, പോഷകാഹാര ലഭ്യത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്കീം എസെൻഷ്യൽ അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെൻറ്റ് for not less than 100 days in a financial year to any family residing in rural area. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഫസ്റ്റ് തീരമൈത്രി, നെക്സ്റ്റ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, നെക്സ്റ്റ് ഗോത്രബന്ധു, നെക്സ്റ്റ് കൈവല്യ. അപ്പോൾ ഇതിലേതായിരിക്കും? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അല്ലേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ദ പിക്ചേഴ്സ് ഓഫ് സം പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം ആൻഡ് ദർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൺ ബിലോ. സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും അവയുടെ സവിശേഷതകളും താഴെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ്, ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. അടുത്തത് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ ഗ്രഹം. അടുത്തത് റെഡ് പ്ലാനറ്റ്, ചുവന്ന ഗ്രഹം. നെക്സ്റ്റ് ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് റിലേറ്റഡ് ടു ഈച്ച് പ്ലാനറ്റ് ആൻഡ് ആഡ് ദം അപ്രോപ്രിയേറ്റ്ലി. സവിശേഷതകളിൽ നിന്നും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി ഉചിതമായി ചേർക്കുക. ഫസ്റ്റ് മെർക്കുറി. മെർക്കുറി എന്താണ്? ക്ലോസസ്റ്റ് ടു ദ സൺ അല്ലേ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. നെക്സ്റ്റ് മാർസ്, ചൊവ്വ. അതിൻ്റെ എന്തായിരിക്കും? റെഡ് പ്ലാനറ്റ് അല്ലേ? ചുവന്ന ഗ്രഹം. അടുത്തത് ജൂപ്പിറ്റർ, വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹം അല്ലേ? ദ ലാർജസ്റ്റ് പ്ലാനറ്റ്. നെക്സ്റ്റ് എർത്ത്, ഭൂമി. ഭൂമിയുടെ എന്തായിരിക്കും? ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം അല്ലേ? ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാനറ്റ് ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദ സൺ, സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ, മാർസ്, ജൂപ്പിറ്റർ, വീനസ്. നെപ്റ്റ്യൂൺ, ചൊവ്വ, വ്യാഴം, ശുക്രൻ. ഏതായിരിക്കും? നെപ്റ്റ്യൂൺ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. നോട്ട് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഡിപിക്റ്റഡ്. ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം എന്നിവ ചിത്രീകരിക്കുന്നത് ശ്രദ്ധിക്കൂ.
നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഇൻ ദ ഫീച്ചേഴ്സ് റെസ്പെക്റ്റീവ്ലി. ചിത്രത്തിൽ ഭ്രമണം, പരിക്രമണം എന്നിവ യഥാക്രമം ഏതൊക്കെയെന്ന് എഴുതുക. ഫസ്റ്റ് പിക്ചർ നോക്കിയേ. പിക്ചർ എ എന്തായിരിക്കും? അത് റൊട്ടേഷൻ. നെക്സ്റ്റ് പിക്ചറോ? അത് റെവല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഓൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. ഭ്രമണം, പരിക്രമണം എന്നിവയെക്കുറിച്ച് ലഘുകുറിപ്പുകൾ തയ്യാറാക്കുക. റൊട്ടേഷൻ. എർത്ത് spins on its axis. As a result of rotation, night and day happen on Earth. Next, revolution. The Earth moves around the Sun on a fixed orbit. This is revolution. Seasons are experienced as a result of the revolution of the Earth. Next activity, for the following are the characteristics of some regions of the Earth. ഭൂമിയിലെ ചില പ്രദേശങ്ങളുടെ സവിശേഷതകളാണ് താഴെ നൽകിയിരിക്കുന്നത്. വെരി ലിറ്റിൽ റൈൻഫോൾ, സാൻഡ് സ്റ്റോംസ്. മഴ തീരെ കുറവ്, മണൽക്കാറ്റ്. അടുത്തത് സ്ലെഡ്ജ് പുൾ ബൈ ഡോഗ്സ്, ഇഗ്ലൂസ്. നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ, ഇഗ്ലു. സ്കാർസിറ്റി ഓഫ് വാട്ടർ, ജലദൗർലഭ്യം. പോളാർ ബിയേഴ്സ്, സീൽ, സ്നോയി ഓൾസ്. ഹിമക്കരടി, സീൽ, ഹിമമൂങ്ങ. വാസ്റ്റ് ആൻഡ് പ്ലെയിൻസ്, ഡ്രൈ വിൻഡ്സ്. വിശാലമായ മണൽ പരപ്പ്, വരണ്ട കാറ്റ്. ഹണ്ടിങ്, ഫിഷിംഗ്. വേട്ടയാടൽ, മത്സ്യബന്ധനം. ഫ്രം ദ ഗിവൺ ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വൺസ് റിലേറ്റഡ് ടു ദ പോളാർ റീജിയൻ. നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും ധ്രുവപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതുക. പോളാർ റീജിയൻ അപ്പോൾ എന്തായിരിക്കും? സ്ലെഡ്ജ് പുൾഡ് ബൈ ഡോഗ്സ്, ഇഗ്ലൂസ്. നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ, ഇഗ്ലു. അടുത്തത് പോളാർ ബിയേഴ്സ്, സീൽ, സ്നോയി ഓൾസ്. ഹിമക്കരടി, സീൽ, ഹിമമൂങ്ങ. അടുത്തത് ഹണ്ടിങ്, ഫിഷിംഗ്. വേട്ടയാടലും മത്സ്യബന്ധനവും. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ഒബ്സർവ് ദ ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് ദ മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദ ഗിവൺ റോഡ് സേഫ്റ്റി ഇൻഡിക്കേഷൻ. ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക. ഫസ്റ്റ് പിക്ചർ നോക്കിയേ. എന്താ അത്? സൈക്കിൾ സവാരി പാടില്ല അല്ലേ? നോ സൈക്ലിംഗ്. നെക്സ്റ്റ്, കാൽനടയാത്ര അനുവദനീയമല്ല. അപ്പോൾ അവിടെ എന്താ വരുക? പെഡിസ്ട്രിയൻസ് നോട്ട് അലൗഡ്. നെക്സ്റ്റ് എന്താണ്? നോ പാർക്കിംഗ് അല്ലേ? പാർക്കിംഗ് പാടില്ല. അടുത്തതോ? ഒരു സ്കൂളിൻ്റെ ഒരു ബോർഡ് അല്ലേ? അവിടെ എന്താ വരുക? ദർ ഇസ് എ സ്കൂൾ എഹെഡ്, ബി കെയർഫുൾ. മുന്നിൽ സ്കൂളുണ്ട്, സൂക്ഷിച്ചു പോവുക. അടുത്തതോ? അടുത്തത് ഒരു റെയിൽവേ ക്രോസ്. അപ്പോൾ അവിടെ എന്താ വരുക? മുന്നിൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ടല്ലേ? അപ്പോൾ അവിടെ എന്താ വരുക? ദർ ഇസ് എ റെയിൽവേ ക്രോസിംഗ് എഹെഡ്. നെക്സ്റ്റ്, ഏരിയ വേർ പെഡിസ്ട്രിയൻസ് ക്രോസ് ദ റോഡ്. കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നിടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 റൂൾസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ എവരി ഡേ ലൈഫ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പരിചിതമായ 2 നിയമങ്ങൾ എഴുതുക. അപ്പോൾ എന്തെല്ലാമായിരിക്കും? റോഡ് സുരക്ഷാ നിയമങ്ങളുണ്ട് അല്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്. പിന്നെ ബാലനീതി നിയമമുണ്ട്. ബാലവേല നിരോധന നിയമമുണ്ട്. പോക്സോ ആക്ട് ഉണ്ട്. വിവരസാങ്കേതിക വിദ്യാ നിയമം ഉണ്ട് അല്ലേ? ട്രാഫിക് റൂൾസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ് ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, പോസ്കോ ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. Nino is preparing poster to be displayed in a procession to spread the message of child right protection. എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന ജാഥയിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്റുകൾ തയ്യാറാക്കുകയാണ് നീനു. ക്യാൻ യു റൈറ്റ് 2 മെസ്സേജ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോസ്റ്റർ ടു ഹെൽപ്പ് നീനു. നീനുവിനെ സഹായിക്കാനായി പോസ്റ്ററിൽ ചേർക്കാൻ 2 സന്ദേശങ്ങൾ എഴുതി നൽകാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പാർട്ട് ഫ്രം ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഡിസ്ട്രിക്ട് കോർട്ട്, there are various type of courts functioning in our country. Complete the hierarchy of courts. സുപ്രീം കോടതിയും ജില്ലാ കോടതിയും കൂടാതെ വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളുടെ ശ്രേണിഘടന പൂർത്തിയാക്കുക. ഫസ്റ്റ് എന്താ? സെഷൻ കോർട്ട് അല്ലേ? കീഴ്ക്കോടതികൾ. അടുത്തത്
ഡിസ്ട്രിക്ട് കോർട്ട് ജില്ലാ കോടതികൾ. അടുത്തത് ഹൈക്കോർട്ട് ഹൈക്കോടതികൾ. അടുത്തത് ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ? ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏതാ ദിവസമാണ് മക്കളെ? നവംബർ 20 അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 7. പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് എൻഡേഞ്ചേഴ്സ് ദ സർവൈവൽ ഓഫ് ലിവിംഗ് ഓർഗാനിസം. ദ ഗവൺമെന്റ് ഇംപ്ലിമെന്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊട്ടക്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് വാട്ടർ സോഴ്സസ്. റീഡ് ദ ലിസ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിംഗ് ഇൻഫർമേഷൻ. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക വായിച്ച് വിട്ടുപോയവ പൂരിപ്പിക്കുക. ഫസ്റ്റ് പ്രൊജക്റ്റ് പദ്ധതി. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ. ഫസ്റ്റ് ഇനി ഞാൻ ഒഴുക്കട്ടെ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏതായിരിക്കും? ഹരിത കേരള മിഷൻ. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അടുത്തത് എന്താ വരിക? മാലിന്യമുക്തം നവകേരളം. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാർ. അതിൻ്റെ പദ്ധതി എന്തായിരിക്കും വരിക? പ്രൊജക്റ്റ് ജൽ ജീവൻ മിഷൻ അല്ലേ? അടുത്തത് പ്രൊജക്റ്റ് തെളിനീരൊഴുക്കും നവകേരളം. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താ വരിക? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലി എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ദ വേൾഡ്സ് ടോട്ടൽ വാട്ടർ സപ്ലൈ ഈസ് ഫ്രഷ് വാട്ടർ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഓഫ് us to conserve this precious water. What are the various methods that can be adapted to essential water conservation? ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അവലംബിക്കാവുന്ന വിവിധ മാർഗങ്ങൾ ഏതെല്ലാം? റെയിൻ പിറ്റ്സ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ബൺസ് ആൻഡ് മൾച്ചിങ്, മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are two main monsoon seasons in Kerala. Which are they? കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. ഏതെല്ലാമായിരിക്കും മക്കളെ? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം. അടുത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ തുലാവർഷ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ചെയ്തു നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കില്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ കാണാം.